ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൂർത്തിയും അവന്തികയും കൂടി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ എല്ലാവരും എല്ലാം അറിയുമെന്നുള്ള ടെൻഷനിലാണ് ഇപ്പോൾ അവന്തിക. ഇനി എന്ത് ചെയ്യുമെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അർച്ചന ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നത് വരെ സച്ചി ഇവിടേക്ക് വരാൻ പാടില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അർച്ചനയ്ക്ക് ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ വഴിയിൽ ചെറിയൊരു ആക്സിഡൻറ്റ്, അതിൽ സച്ചി തീരണം. പിന്നീട് അർച്ചന തൻ്റെ ഓർമ്മകളുമായി അങ്ങ് ജീവിച്ചോളും എന്നൊക്കെ ഇപ്പോൾ അവന്തിക പറയുന്നു. ശേഷം ഇപ്പോൾ സച്ചി ആതിരയോട് സംസാരിക്കുന്നുണ്ട്. വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് ആതിര. തൊട്ടരികിൽ തന്നെ അമ്മുക്കുട്ടിയും ഇരിക്കുന്നുണ്ട്. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, മോളെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. മനസ്സ് കൈവിട്ടാൽ ആരും ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ മോൾക്ക് ഞങ്ങളെ ഒന്ന് ഓർക്കാമായിരുന്നു. മോൾക്ക് കൂടെ ഞങ്ങളില്ലേ? 10 വർഷമായി എൻ്റെ അർച്ചനയും മോളും പോയിട്ട്. ഞാനിപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? അവൻ വരും, അവൻ്റെ തലയിൽ നല്ല ബുദ്ധി ഉദിക്കും. അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി ആതിരയ്ക്ക്. ഈ സമയം അവിടേക്ക് ചായയും കൊണ്ട് സ്നേഹ വരുന്നു. പുറകെ തന്നെ കമലയും അനഘയും വരുന്നുണ്ട്. ആതിര ഇപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന്. എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഇനി മേലെ നീ ഇങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് കുഞ്ഞിൻ്റെ തല്ലിൽ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറയുന്നു. സത്യം ചെയ്തേ പറ്റൂ മോളെ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്നും പറയുന്നുണ്ട്. ഈ വീടിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇവിടെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഈ കുടുംബം നശിച്ചു പോകത്തേയുള്ളൂ. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ആരും തളർന്നു പോകാൻ പാടില്ല. നിന്റെ ജീവിതം ഞങ്ങൾ തിരിച്ചു തരും എന്നൊക്കെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇപ്പോൾ അമ്മുക്കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് സങ്കടത്തോടെ ആതിര പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ മോളാണേ സത്യം, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സ്വാമിജി ഇപ്പോൾ രാവിലെ തന്നെ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഗോകുൽ വരുന്നു. നമസ്കാരമൊക്കെ പറയുന്നുണ്ട് ഗുരുജി. ശേഷം ഗുരുജിക്ക് ഗോകുലിൻ്റെ മുഖം കണ്ടപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. സംശയം വേണ്ട, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. മനസ്സിലെ ആകുലത മുഖത്ത് വായിച്ചെടുക്കാം. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വാമിജി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഗോകുലിനോട്. ഇന്നലെ രാത്രി സമൃദ്ധ ഒരു സ്വപ്നം കണ്ടു എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, സ്വപ്നം കണ്ട കഥയല്ല, നമ്മുടെ ഉള്ളിലെ ബോധത്തിൻ്റെ സൂചനയാണിത്. നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം സ്വപ്നത്തിലൂടെ കാണിക്കുമെന്നും ഗുരുജി പറയുന്നു. ഉടനെ ഇപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, മോളെ കാണാത്തതിൽ സമൃദ്ധിക്ക് വലിയ പ്രയാസമുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, മോളെ പോയി കാണണം എന്നൊക്കെയുള്ള വാശിയാണിപ്പോൾ എന്ന് പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, മകളെക്കുറിച്ചുള്ള ആകുലത സ്വാഭാവികമാണ്. ഞാൻ സമൃദ്ധിയോട് സംസാരിച്ചിരുന്നു എന്ന് സ്വാമിജി പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, അത് ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമോ എന്ന്. അതുതന്നെയാണ് ഞാനും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഗോകുലിനോട് സംസാരിക്കുകയാണ്. പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ബന്ധങ്ങളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. താളിയോലകളിൽ ആചാര്യന്മാർ അതെഴുതി വെച്ചിട്ടുമുണ്ട്. അമ്മയും മകളും തമ്മിലുള്ളത് ഒരു വൈകാരികമായ ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മകളെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നും സ്വാമിജി പറയുന്നു. ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഗൂഗിൾ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ പോയി മോളെ കൊണ്ടുവരാമെന്ന്. ഉടനെ തന്നെ ഗുരുജി ഇപ്പോൾ ഗൂഗിളിനോടായി പറയുന്നുണ്ട്, മകളെ കൊണ്ടുവന്നോളൂ, പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചികിത്സാ മുറിയിൽ എൻ്റെ അനുവാദമില്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. അത് കുട്ടിക്കും ബാധകമായിരിക്കും. എങ്കിൽ ധൈര്യമായി ചെന്നോളൂ. മനസ്സിൽ മറന്നുപോയ നിഴൽ വീണ്ടും വന്നേക്കാം എന്നും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗൂഗിൾ വളരെയധികം സന്തോഷത്തോടെ വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ശേഷം വീണ്ടും ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി കമലയോട് സംസാരിക്കുന്നുണ്ട്, അമ്മ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. ഇവളും കൂടി ഇങ്ങനെ തോൽപ്പിച്ചാൽ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഇപ്പോൾ സച്ചി കമലയോട് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാം നിൻ്റെ ഉള്ളിലെ തീ. അമ്മ അതെല്ലാം കാണുന്നുണ്ട്. നീ വല്ലാത്തൊരു സങ്കടത്തിലാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയാം എന്നൊക്കെ ഇപ്പോൾ കമല പറയുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടെല്ലാം മാറും. നമുക്ക് നല്ല കാലം വരും. അതിന് പക്ഷേ നമ്മൾ കാത്തിരിക്കണമെന്നും സച്ചി. ഉടനെ കമല പറയുന്നുണ്ട്, എന്നാലും സന്ദീപ് ഇങ്ങനെ ആയല്ലോ എന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അവൻ്റെ പ്രധാന ശത്രു ഞാനാണ്. അവനെല്ലാം കുറ്റം പറയുന്നത് എന്നെയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ കമല പറയുന്നു, അവന്തിക അവളെൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അതിനു മുന്നേ എങ്ങനെയെങ്കിലും അവനെ നമുക്ക് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. കേസ് തോക്കുമെന്നായപ്പോൾ അവനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. സ്വന്തം ഭാര്യയും മോളെയും ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വന്നെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ അവനെ പോയി കാണാം. അവനെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവരാം എന്നൊക്കെ കമല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊന്നും വേണ്ടമ്മേ. അമ്മ അവൻ്റെ കാല് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും അവനെ ഞാനിതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ അവൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ ഇപ്പോൾ കമലയോട് സംസാരിക്കുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ അവിടെ നിന്നും സച്ചി പോകുന്നു.
അങ്ങനെ ആതിര ഇപ്പോൾ മുറിയിലിരുന്ന് കരയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് കമല അകത്തേക്ക് വരുന്നത്. കമല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടാൻ എന്താ നിൻ്റെ ആരെങ്കിലും ചത്തോ എന്ന് ചോദിക്കുന്നു. കരഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ നോക്കുന്നുണ്ട് ആതിര. എന്നിട്ട് അമ്മയെന്ന് വിളിച്ച് കമലയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കരയാതെ മോളെ, അമ്മയില്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആതിരയെ സമാധാനിപ്പിക്കുന്നുണ്ട് കമല. എന്നിട്ട് കമല പറയുന്നുണ്ട്, നമ്മൾ സച്ചിയെക്കുറിച്ച് ആലോചിക്കണം. അവൻ എല്ലാവരുടെയും സങ്കടം കാണുന്നത്. അവൻ്റെ അച്ഛൻ മരിച്ച ദുഃഖം അവന് വേറെയുമുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിയാധാരമായി പോവുകയുള്ളൂ. നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആതിരയോട്. ഉടനെ ആതിര പറയുന്നുണ്ട്, ഞാനിനി ഒന്നും തന്നെ ചെയ്യില്ല എന്ന്. ഞാൻ ചെയ്തത് ബുദ്ധിമോശമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും ആതിര പറയുന്നു. ഈ സമയം അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് അവിടേക്ക് അമ്മുക്കുട്ടി വരുന്നുണ്ട്. ഉടനെ ആതിര പറയുന്നുണ്ട്, അമ്മ കരഞ്ഞില്ലല്ലോ എന്ന്. അമ്മയ്ക്ക് അച്ഛൻ വരാത്തതുകൊണ്ടാണോ സങ്കടം? അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ലേ എന്നിങ്ങനെ അമ്മുക്കുട്ടി ചോദിച്ച് ഇപ്പോൾ ആതിരയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇത് കണ്ട് കമല പറയുന്നുണ്ട്, അമ്മുക്കുട്ടി പറഞ്ഞത് നീ കേട്ടില്ലേ? ഇതുപോലെ നിനക്ക് ജീവിക്കാൻ, നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ സമാധാനമായിരിക്കെ എന്നൊക്കെ ഇപ്പോൾ കമല പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിപ്പോൾ വളരെയധികം ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട് ആതിര. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഗുരുജിയോട് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞെങ്കിലും ഗുരുജി ഇത്രയും പെട്ടെന്ന് മോളെ കൊണ്ടുവരാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ വളരെയധികം സന്തോഷത്തോടെ തന്നെ അർച്ചന ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നു. ഗുരുജി പറയുന്ന ഓരോ കാര്യത്തിനും ഓരോ അർത്ഥമുണ്ട് എന്നൊക്കെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചനയ്ക്ക് ഒരു മരുന്നും കൊടുക്കുന്നുണ്ട് കഴിക്കാനായി. മോളെ കൊണ്ടുവരാൻ എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ശാന്തമാണ്, എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നത് പോലെ എന്ന് അർച്ചന പറയുന്നു. എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് എൻ്റെ ഓർമ്മകളെല്ലാം തിരികെ കിട്ടുമെന്ന്. ചിത്രാ പൗർണമിയാകുമ്പോൾ എൻ്റെ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ആ സ്റ്റാഫിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. ഉടനെ അവർ പറയുന്നുണ്ട്, ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ എല്ലാ ഓർമ്മകളും തിരികെ കൊണ്ടുവരാമെന്നും പറയുന്നു. വക്കീലിന് കോടതിയിൽ പോകണ്ടേ എന്നിപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് ഗൂഗിളിനോട്. അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് ഗൂഗിളും പറയുന്നു. അങ്ങനെ ആ സ്റ്റാഫ് ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്ന്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അതെ, അവൾക്കിപ്പോൾ 10 വയസ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നു, കുട്ടികൾ ഒന്നും അധികം തീരുമാനിച്ചതാണോ അതോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഗൂഗിൾ പറയുന്നത് കേട്ട സ്റ്റാഫ് പറയുന്നുണ്ട്, ആലോചിക്കണം, ഒറ്റയ്ക്ക് വളരുന്ന കുട്ടി എപ്പോഴും ഒരുതരം അലക്ഷിതാവസ്ഥയിലായിരിക്കും ജീവിക്കുന്നത്. അച്ഛനോടും അമ്മയോടും കുട്ടി എല്ലാം ഷെയർ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കൂടപ്പിറപ്പിനോടോ കൂട്ടുകാരോടോ എല്ലാം തുറന്നു പറഞ്ഞെന്നിരിക്കും. ഇനിയും സമയം വൈകിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ അർച്ചന അപ്പോൾ ഇത് കേട്ടിട്ട് ഗൂഗിളിനോട് പറയുന്നുണ്ട്, ഗൂഗിൾ പോയി മോളെ വിളിച്ചിട്ട് വാ. വരുമ്പോൾ അവളുടെ 1-2 ഡ്രസ്സ് കൂടി എടുത്തിട്ട് വരണം. പിന്നെ അവളുടെ സാധനങ്ങളും പിന്നെ ചെറിയ ബാഗ്, അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൂഗിളിനോട് അർച്ചന. മോളെ കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോൾ എന്താ ഉത്സാഹം. ഒരു കാര്യം ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ മോൾ ഇവിടെ താമസിക്കട്ടെ എന്ന് ആ സ്റ്റാഫുകൾ പറയുന്നു. ഇപ്പോൾ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് അർച്ചനയുള്ളത്. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എല്ലാ ഓർമ്മയോടും കൂടി എനിക്ക് എൻ്റെ മോളോടും ഗൂഗിളിനോടുമൊപ്പം ഇവിടെ വന്ന് അർദ്ധനാരീശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും നന്ദി പറയണം എന്നൊക്കെ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പറയുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അർച്ചന ഗൂഗിളിനോട്. അങ്ങനെ ഗൂഗിൾ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. ആളൊരു പാവത്താനാണല്ലോ, സമൃദ്ധിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്ന പല ഭർത്താക്കന്മാരും ഇങ്ങനെയല്ല, ഭാര്യയെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴായിരിക്കും ഓർക്കുന്നത് എന്നൊക്കെ ആ സ്റ്റാഫ് പറയുന്നു. എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ഗൂഗിൾ വളരെ നന്നായി ചെയ്യാറുണ്ട്. എന്നിട്ട് ഗൂഗിളിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ്. ഗൗരിയുടെ നെറ്റി പൊട്ടിയിരിക്കുന്നുണ്ട്. മോളെ എന്ന് വിളിച്ച് ഗൂഗിൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് ഗൗരി. എന്നിട്ട് ഗൗരി ഇപ്പോൾ ഗൂഗിളിനോട് സംസാരിക്കുന്നു. നെറ്റിയിൽ എന്ത് പറ്റി എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി ഇവിടെ നടന്ന അംഗം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. പകലും രാത്രിയും ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ കഴിക്കാൻ വിളിച്ചപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞ് വാശിയിലായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്ന് കേൾക്കണ്ടേ. ഒടുവിൽ എൻ്റെ കൈ തട്ടി മാറ്റി അച്ഛനും അമ്മയും കാണാൻ പോകണമെന്ന് പറഞ്ഞൊരു ഓട്ടമായിരുന്നു. പടിയിറങ്ങപ്പോൾ ദേ കിടക്കുന്നു, താഴെ വീണു എന്നൊക്കെ ഇങ്ങനെ ശിശിര പറയുമ്പോൾ ഗൂഗിൾ ഇപ്പോൾ അർച്ചന പറഞ്ഞ ആ സ്വപ്നം കണ്ട ആ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇത് തന്നെയായിരുന്നല്ലോ അർച്ചന സ്വപ്നത്തിൽ കണ്ടതും എന്നുള്ളൊരിതിൽ ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൂഗിൾ. അച്ഛനും അമ്മയും കാണാതെ എനിക്ക് വല്ലാതെ വിഷമം വന്നു, അതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, സാരമില്ല എന്ന്. എന്തായി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം? ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പിന്നെ എന്നിങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ ഗൂഗിൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ശിശിരയെ നോക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ ശിശിര പറയുന്നു. ഈ കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ, പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാ?
എന്നിങ്ങനെ ഗോകുൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് അമ്മ തന്നെ വേണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ശിശിര പറയുമ്പോൾ ഗോകുൽ ഇപ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട്, മോളെ അച്ഛൻ മോളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് ഗോകുൽ പറയുന്നത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഗൗരി. സത്യമാണോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗരി. പിന്നല്ലാതെ അമ്മയ്ക്ക് മോളെ കാണണമെന്നാണ് പറയുന്നത് എന്നും ഗോകുൽ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം എന്ന് ഗൗരി പറയുന്നു. സോറി, ഗൂഗിൾ പറയുന്നുണ്ട്, 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാമെന്നും പറയുന്നു. ഇതെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഫ്രഷായില്ലേ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ, അതെങ്ങനെയാണ് പറഞ്ഞാലൊന്നും അനുസരിക്കണ്ടേ, നീ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്ന ഒറ്റ ഇരിപ്പാണിത്, നീ വന്നപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത് എന്നിങ്ങനെ ശിശിര ഗൂഗിളിനോട് പറയുന്നുണ്ട്. മോളൊന്ന് ഫ്രഷായിട്ട് വാ, ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങാം എന്നൊക്കെ ഗൂഗിൾ ഇപ്പോൾ ഗൗരി മോളോട് പറഞ്ഞു. അങ്ങനെ ഗൗരി ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗൗരി മോൾ പോയ പുറകെ ഇപ്പോൾ ശിശിരയെ വഴക്ക് പറയുന്നുണ്ട് ഗൂഗിൾ. മോളുടെ മുന്നിൽ വെച്ച് സമൃദ്ധിക്ക് ഓർമ്മ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കരുത്, ചികിത്സയുടെ കാര്യം പറയരുത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ ഗൂഗിൾ ശിശിരയോട് പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.